ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു വീഡിയോ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPL ടീംസ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരു IPL ടീം ലേലത്തിന് വരുന്ന സമയത്ത് അവരുടെ പേഴ്സിൽ ഏകദേശം 90 കോടി രൂപയുണ്ട്. ഈ 90 കോടി രൂപ വെച്ചിട്ടാണ് ഈ IPL ടീംസ് പ്ലെയേഴ്സിനെ ലേലത്തിലെടുക്കുന്നത്. പിന്നീട് അവരുടെ ചിലവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയേഴ്സിൻ്റെ വെന്യൂസ് മാറുന്നതനുസരിച്ച് അവരുടെ ഹോട്ടൽ ചാർജസ്, ഫ്ലൈറ്റ് ചാർജസ്, അതേപോലെ തന്നെ ഇവരുടെ സ്റ്റാഫുകൾ, അങ്ങനെ ഒരുപാട് ചിലവുകളാണ് ഒരു IPL ടീമിനുള്ളത്. ഒരു IPL ടീമിനെ വാങ്ങണമെങ്കിൽ തന്നെ മിനിമം ഒരു 1700 മുതൽ 1900 കോടി രൂപ വരെ കയ്യിലുണ്ടാവണം ഒരു കമ്പനിക്ക്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു IPL ടീമിനെ വാങ്ങുന്നത് 20 കോടി രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഈ 20 കോടി രൂപ പ്രൈസ് മണി കിട്ടുന്നതിലും 50% മാത്രമാണ് ഈ ടീം ഓണേഴ്സിന് കിട്ടുന്നത്. ബാക്കി 50% പ്ലേയേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ IPL ടീംസ് പൈസ ഉണ്ടാക്കുന്നത്? ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2008 മുതൽ 2017 വരെ സോണിയിലാണ് നമ്മൾ IPL കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സോണി എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്. ഇതിന് വേണ്ടിയിട്ട് സോണി ഏകദേശം 8200 കോടിയോളം രൂപയാണ് സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 2018 മുതൽ 2023 വരെ ഈ ഒരു റൈറ്റ്സ് ഉള്ളത് സ്റ്റാറിനാണ്. സ്റ്റാർ ഏകദേശം 16300 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്പെൻഡ് ചെയ്യുന്ന പൈസയിൽ 50% BCCIക്കും ബാക്കി 50% ടീമിനുമാണ് കിട്ടുന്നത്. ഇത് ആദ്യ സമയങ്ങളിൽ 20% BCCIക്കും 80% ടീമിനുമായിരുന്നു. ഇപ്പോൾ അത് 50-50% എന്ന ഒരു കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിന് ഇത്രയും പൈസ ഈ ഒരു കമ്പനീസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, IPL ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾ സെക്കൻഡ്സിന് ലക്ഷങ്ങളാണ് ഈ ഒരു കമ്പനീസ് ചാർജ് ചെയ്യുന്നത്. സോ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ടൈറ്റിൽ സ്പോൺസറാണ്. നമ്മൾ IPL സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇന്ന് വരെ നമുക്ക് IPL ഒരു ടൈറ്റിൽ ഉണ്ടാവും. DLF IPL, പെപ്സി IPL, വിവോ IPL, ഇപ്പം ടാറ്റ IPL. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ സ്പോൺസേഴ്സ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ടൈറ്റിൽ സ്പോൺസർ എന്ന ഒരു ടാഗ് മേടിക്കുന്നത്. അപ്പോൾ ഈ വർഷം ടാറ്റ കൊടുത്തിട്ടുള്ളത് ഏകദേശം 300 കോടി രൂപയാണ്. അതായത് എല്ലാ വർഷവും 300 കോടി രൂപ വീതം ടാറ്റ കൊടുത്തെങ്കിൽ മാത്രമേ ടാറ്റ IPL എന്ന് ആ ഒരു ബ്രാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്ന 300 കോടിയിൽ 60% BCCIക്കും ബാക്കി 40% ടീംസിനുമാണ് പോകുന്നത്. ഇനി അടുത്തൊരു വരുമാന മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള പൈസയാണ്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീം, ആ ടീമിൻ്റെ ഒരു ഹോം മാച്ച് നടക്കുകയാണ്. അപ്പോൾ ആ ഹോം മാച്ച് നടക്കുന്ന ഗ്രൗണ്ടിൽ എത്ര രൂപയുടെയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ടീം മാനേജ്മെൻറ്റാണ്. അതേപോലെ തന്നെ ആ ഒരു ഗ്രൗണ്ടിൽ വിൽക്കുന്ന ടിക്കറ്റ്സിൻ്റെ ഏകദേശം 80% ആ ഒരു ടീമിനാണ് കൊടുക്കുന്നത്. ബാക്കി 20% ആ ഒരു ഗ്രൗണ്ടിൻ്റെ, അതായത് ആ സ്റ്റേഡിയത്തിൻ്റെ അസോസിയേഷന് കൊടുക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ബ്രാൻഡ് പ്രൊമോഷനാണ്. ബ്രാൻഡ് പ്രൊമോഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ IPL കാണുന്നത്. IPL ബ്രാൻഡ് പ്രൊമോഷൻസ് എല്ലായിടത്തും ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ്. ബൗണ്ടറി റോപ്സിലുണ്ട്, ഹെൽമെറ്റിലുണ്ട്, ബാറ്റിലുണ്ട്, അമ്പയറിൻ്റെ ജേഴ്സിയിലുണ്ട്. അതേപോലെ തന്നെ ഓരോ ടീമിൻ്റെയും ജേഴ്സി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിറച്ച് ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഓരോ ടീംസും അത്യാവശ്യം പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ജിയോ ദന്തനാഥ് എന്ന് പറയുന്ന ആ ഒരു പരസ്യം, അതേപോലെ കിങ് ഫിഷറിൻ്റെയൊക്കെ പരസ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് IPL. അപ്പോൾ ആ ഒരു പരസ്യങ്ങൾ ചെയ്യുന്നതിനും ഓണേഴ്സ്, അതായത് ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് ജിയോ ഒരു പരസ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജിയോയിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിന് ഓണേഴ്സ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതർ ബ്രാൻഡ്സിന് പരസ്യം ചെയ്ത് കൊടുത്തിട്ടും ഈ ഓണേഴ്സ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെർച്ചൻഡൈസ് ആണ്. അതായത് ഇപ്പം ഓരോ ബ്രാൻഡിൻ്റെയും മെർച്ചൻഡൈസ് ഉണ്ട്. ജേഴ്സീസ് ഉണ്ട്, കപ്സ് ഉണ്ട്, ബാറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ തന്നെ ഏറ്റവും ടോപ്പ് പ്ലേയേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള മെർച്ചൻഡൈസ് സെല് ചെയ്യുന്നുണ്ട്. അങ്ങനെയും ഒരു മെത്തേഡിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവസാനത്തെ മാർഗ്ഗമാണ് പ്രൈസ് മണി എന്ന് പറയുന്നത്. 20 കോടി രൂപയാണ് പ്രൈസ് മണിയായിട്ട് ഫസ്റ്റ് പ്രൈസ് സാധാരണ വരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 50% മാത്രം ആണ് ടീം ഓണേഴ്സിന് കിട്ടുന്നത്. ബാക്കി 50% പ്ലേയേഴ്സിനാണ് കൊടുക്കുന്നത്. എന്നാലും എല്ലാ ടീം ഓണേഴ്സും അവരുടെ ടീമിനോട് പറയുന്നത് ടോപ്പ് 4 എത്താൻ വേണ്ടിയിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് 4 വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ മാച്ചസ് കിട്ടും. അപ്പോൾ എക്സ്ട്രാ മാച്ചസ് കിട്ടുന്നത് കൊണ്ട് കൂടുതൽ ഹോം ഗ്രൗണ്ട്സിൽ കളി വരും. അതേപോലെ തന്നെ നമുക്ക് ഇത് ബ്രാൻഡ് വാല്യൂ കൂടുന്ന സമയത്ത് ബ്രാൻഡ്സിൽ നിന്നും കൂടുതൽ പൈസ ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ ചാമ്പ്യൻസ് ലീഗ് നടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും മാച്ചസിൻ്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൂടുകയാണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതെല്ലാം തന്നെ ആണെന്നെങ്കിലും ഏറ്റവും അവസാനം ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 20% BCCI ഈ ടീംസിൽ നിന്നും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു IPL ടീമിൽ നടക്കുന്ന പരിപാടികളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.